ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. വ്രതം നോറ്റ് ആയിരങ്ങളാണ് ഭഗവാനെ ദർശിച്ചത്. രാവിലെ 8:30 സ്വർണ്ണക്കോലത്തിൽ ഭഗവാൻ ശീവേലിക്ക് എഴുന്നള്ളി. എഴുന്നള്ളിപ്പിൽ 25 ആനകൾ അണിനിരന്നു. ദേവസ്വം പഴയന്നൂർ ശ്രീരാമൻ തിടമ്പേറ്റി. തിരുവമ്പാടി ചന്ദ്രശേഖരനും നന്ദിലത്ത് ഗോപാലകൃഷ്ണനും പറ്റാനകളായി. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പ്രാമാണിത്വത്തിൽ പഞ്ചാരിമേളം പെയ്തിറങ്ങി. ഉച്ചയോടെ പടിഞ്ഞാറ് നടപ്പുരയിൽ എഴുന്നള്ളിപ്പ് സമാപിച്ചു. തുടർന്ന് ഭഗവാനെ ശ്രീകോവിലേക്ക് തിരികെ എഴുന്നള്ളിച്ചു. തുടർന്ന് കിഴക്കേ നടപ്പുരയിൽ സ്പെഷ്യൽ നാഗസ്വര കച്ചേരി നടന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് മണലൂർ ഗോപിനാഥിന്റെ ഓട്ടംതുള്ളൽ അരങ്ങേറി. വൈകിട്ട് 3:30 പെരുവനം പ്രകാശൻ മാരാരുടെ നേതൃത്വത്തിലുള്ള ധ്രുവമേളത്തിന്റെ അകമ്പടിയോടെ കാഴ്ചശീവലിക്ക് 14 ആനകൾ അണിനിരന്നു. ചിറക്കൽ കാളിദാസൻ തിടമ്പേറ്റി. വൈകിട്ട് 5:30 കിഴക്കേ നടപ്പുരയിൽ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ നമ്പ്യാരുടെ പാഠകം. 6:15 ദീപാരാധനയ്ക്ക് ശേഷം പഞ്ചവാദ്യം. കിഴക്കേ നടയിൽ പളനി ശ്രീ ദണ്ഡായുധ പാണി ക്ഷേത്രം KS ശരവണൻ, KS സതീഷ് കുമാർ എന്നിവർ അവതരിപ്പിച്ച സ്പെഷ്യൽ നാഗസ്വരം, വേദിയിൽ ഭരതനാട്യ കച്ചേരി എന്നിവയും അരങ്ങേറി. ഏകാദശി വ്രതം നോറ്റെത്തിയ ഭക്തർക്ക് ഏകാദശി ഊട്ടുമുണ്ടായിരുന്നു. രാവിലെ 9:30 മുതൽ ക്ഷേത്രം ഊട്ടുപുര ഹാളിൽ ആരംഭിച്ച ഊട്ട് വൈകിട്ട് 4 വരെ നീണ്ടു. 10,000-ലധികം പേരാണ് ഊട്ടിൽ പങ്കെടുത്തത്. രാത്രി സ്പെഷ്യൽ നാഗസ്വരവും നൃത്താഞ്ജലിയും നടന്നു. രാത്രി വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടായി. തൃപ്പയാർ അനിയന്മാരുടെ നേതൃത്വത്തിൽ മേളം നടന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ, അംഗങ്ങളായ അഡ്വക്കേറ്റ് KP അജയൻ, PS സുരേഷ് ബാബു, ദേവസ്വം കമ്മീഷണർ SR ഉദയകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ, തൃപ്പയാർ ദേവസ്വം മാനേജർ മനോജ് K. നായർ, ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിദാസ്, സെക്രട്ടറി സുനിൽകുമാർ, വിവിധ സംഘടനാ ഭാരവാഹികൾ, ദേവസ്വത്തിലെ മറ്റ് ഉദ്യോഗസ്ഥർ, ക്ഷേത്രം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി. വ്രതശുദ്ധിയോടുകൂടി ഏകാദശി വ്രതം നോറ്റുവരുന്ന ഒരുപാട് ഭക്തജനങ്ങൾ ഈ ക്ഷേത്രാങ്കണത്തിൽ സന്നിഹിതരായിരുന്നു. അവർക്ക് വേണ്ട രീതിയിലുള്ള ഭക്ഷണം പ്രത്യേകമായി സജ്ജമാക്കിയിരുന്നു. 10,000-ഓളം വരുന്ന ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് നടത്തിയ ഈ ഏകാദശി ഊട്ടിൽ പങ്കെടുത്തു. അതുകൂടാതെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഈ ഉത്സവം ഭംഗിയാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ നല്ല രീതിയിലുള്ള സഹകരണം ഞങ്ങൾക്ക് ലഭിച്ചു. എല്ലാവരും ചേർന്നിട്ട് ഈ അങ്കണത്തിൽ ഈ ഉത്സവം ഭംഗിയാക്കുന്നതിന് വേണ്ടി ഏറ്റവും സമർപ്പിതമായ മനസ്സോടുകൂടി തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ ഏകാദശി കാലത്തെ കാഴ്ചശീവേലി, ഉച്ചതിരിഞ്ഞുള്ള ധ്രുവമേളം, ഈ ചടങ്ങുകളെല്ലാം വളരെ വിശേഷാല തന്നെ, എന്താ പറയുക, അഭൂതപൂർവമായിട്ടുള്ളൊരു ജനത്തിരക്കാണ് നമ്മൾ ഈ ക്ഷേത്രാങ്കണം ദർശിച്ചത്. അഹോരാത്രം പണിപ്പെട്ട് ഈ ക്ഷേത്രോത്സവം, ഏകാദശി ഉത്സവം ഗംഭീരമാക്കാനായിട്ട് ഞങ്ങളോട് സഹകരിച്ച ക്ഷേത്രോപദേശക സമിതി പ്രവർത്തകർ, അവർ ഈ ഏകാദശി ഊട്ടിൻ്റെ പ്രവർത്തനത്തിലൊക്കെ വളരെ മികവാർന്ന പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. ഇതുവരെയുള്ള എല്ലാ ചടങ്ങുകളും പൂർവാധികം വളരെ ഭംഗിയായി. ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരുടെ ഗംഭീരമായിട്ടുള്ള മേളം, അതിനുശേഷം ധ്രുവം മേളം നടത്തിയതും പെരുവനം പ്രകാശന്മാരാർ, അദ്ദേഹത്തിൻ്റെയും അതെ എല്ലാ മേളങ്ങളും മികവാർന്ന ആനകൾ എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ പഞ്ചവാദ്യമുണ്ടായി. ക്ഷേത്രത്തിന്റെ വാതിൽമാടത്തിന് മുന്നിലും ഗോശാലകൃഷ്ണ സന്നിധിയിലും നടന്ന ദ്വാദശി പണ സമർപ്പണത്തിൽ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള വൈദികർ ഭക്തരിൽ നിന്ന് ദക്ഷിണ സ്വീകരിച്ചു. ശുഗപുരം ഗ്രാമത്തിൽ നിന്ന് വല്ലഭൻ അക്കിത്തിരിപ്പാട്, പെരുവനം ഗ്രാമത്തിൽ നിന്ന് ഋഷികേശൻ സോമയാജിപ്പാട്, അരൂർ വാസുദേവൻ സോമയാജിപ്പാട്, വെള്ളാമ്പറമ്പ് മിഥുൻ അടിതിരിപ്പാട്, ഇരിഞ്ഞാലക്കുട ഗ്രാമത്തിൽ നിന്ന് നീലകണ്ഠൻ അടിതിരിപ്പാട് എന്നിവരാണ് ദ്വാദശി പണം സ്വീകരിക്കുന്നതിനായി എത്തിയത്. തുടർന്ന് നടന്ന ദ്വാദശി ഊട്ടോടെ തൃപ്പയാർ ഏകാദശി മഹോത്സവത്തിന് പരിസമാപ്തിയായി. എല്ലാവരുടെയും സഹകരണത്തോടെ മികച്ച രീതിയിൽ ഏകാദശി മഹോത്സവം നടത്താൻ കഴിഞ്ഞതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ പറഞ്ഞു. ഈ വർഷത്തെ തൃപ്പയാർ ഏകാദശി വളരെ ഭംഗിയാക്കി നടത്തുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ദേവസ്വം ബോർഡിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ്, ഇലക്ട്രിസിറ്റി വിങ്, വാട്ടർ അതോറിറ്റി തുടങ്ങിയ എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥന്മാർ നിസ്സീമമായ സഹകരണമാണ് ഏകാദശി ഭംഗിയാക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിന് നൽകിയിട്ടുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരും ഭക്തജനങ്ങളും ക്ഷേത്ര ഉപദേശക സമിതിയും കൈകോർത്ത് പിടിച്ചുകൊണ്ട് 10,000-കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്ന ഏകാദശി ഉത്സവം വളരെ ഭംഗിയാക്കി തീർക്കാൻ നമുക്ക് ഈ വർഷം സാധിച്ചിട്ടുണ്ട്. മധ്യകേരളത്തിൻ്റെ ഉത്സവങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഈ വർഷത്തെ എല്ലാ ഉത്സവങ്ങൾക്കും ഈ ഏകാദശിയുടെ ആരംഭം നമുക്ക് പ്രചോദനമാകും
ഒരിക്കൽ കൂടി എല്ലാ ഭക്തജനങ്ങൾക്കും സഹകരിച്ച മാധ്യമപ്രവർത്തകർക്കും ദേവസ്വം ബോർഡിന് വേണ്ടി നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന പതിനായിരങ്ങൾക്ക് ദർശനം ഉൾപ്പെടെ സാധ്യമാക്കുന്നതിനും പരാതികൾക്കും പരിഭവങ്ങൾക്കും ഇട നൽകാതെ ഏകാദശിയുടെ നേതൃത്വം വഹിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം പകരുന്നതാണെന്ന് ദേവസ്വം മാനേജർ മനോജ് കെ നായർ അഭിപ്രായപ്പെട്ടു. ഈ വർഷത്തെ തൃപ്രയാർ ഏകാദശി മഹോത്സവം ഇന്ന് രാവിലെയുള്ള ദ്വാദശി കൂട്ടോടുകൂടി സമാപിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ദശമി ഏകാദശി ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയിരുന്നു. ഈ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള എഴുന്നള്ളിപ്പുകളും അതുപോലെ തന്നെ കലാസാംസ്കാരിക പരിപാടികളുമെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ തൃപ്രയാർ ദേവരുടെ ഏകാദശിയിൽ പങ്കുകൊള്ളുന്നതിനുമായൊക്കെ എത്തിച്ചേർന്നത്. യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളുമില്ലാതെ ഇത്രയും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ വന്നു ചേർന്ന ഏകാദശി മഹോത്സവം യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ ഭംഗിയായി എഴുന്നള്ളിപ്പുകളോടുകൂടി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും തൃപ്രയാർ ദേവസ്വത്തിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ഈ ഏകാദശി മഹോത്സവ പരിപാടികൾ ഏറ്റവും ഭംഗിയായി നടത്തി പര്യവസാനിപ്പിക്കുന്നതിന് സഹകരിച്ച മുഴുവൻ ഭക്തജനങ്ങളോടും നാട്ടുകാരോടുമുള്ള നന്ദി, തൃപ്രയാർ ദേവസ്വത്തിൻ്റെ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും തൃപ്രയാർ ദേവരുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപദേശക സമിതിയായിട്ട് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഏകാദശി ആഘോഷ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എല്ലാവരുടെ സഹകരണമുണ്ട്. അതിൽ നന്ദി ക്ഷേത്രോപദേശക സമിതി നന്ദി രേഖപ്പെടുത്തുന്നു. വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും പോലീസ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ മികച്ച സംഘാടനം ഏകാദശി മഹോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വളരെയധികം സഹായിച്ചതായും ദേവസ്വം മാനേജർ കൂട്ടിച്ചേർത്തു.